പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ഒരു ചോദ്യമാണ്. നോക്കുക, നിങ്ങൾ അരിത്മെറ്റിക് സീക്വൻസും സെക്കൻഡ് ഡിഗ്രിയും ഒരുമിച്ചാണ് ചോദ്യം പലപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? കൺസിഡർ ദി എസ് അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 6, 10, 14 എന്നൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. റൈറ്റ് ആൾജിബ്രിക് ഫോം ഏതാണ്? ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 880 ആസ് ദി സം. 880 സമ്മ് കിട്ടണമെങ്കിൽ എത്ര ടേമിന്റെ സമ്മാണ് കണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത് ആൾജിബ്രിക് ഫോം ഏതാണ്? ഏത് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം ഏതാണ് എനിക്കറിയാം. xn = dn + f - d ആണ്. d ഇതിൽ 4 ആണെന്ന് അറിയാം, f 6 ആണെന്ന് അറിയാം. അപ്പൊ 4n + 6 - 4 എന്ന് എഴുതും. അപ്പൊ 4n + 2 എന്ന് നമുക്ക് കിട്ടും. ഏത് ആൾജിബ്രിക് ഫോം. ശേഷം സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്ര ടേമിന്റെ സമ്മാണ് 880 എന്നാണ് ചോദിച്ചത്. അപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. നമ്മൾ സം എങ്ങനെ കാണാം? ഒരു അരിത്മെറ്റിക് സീക്വൻസിന് n/2 × x1 + xn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇങ്ങനെ ഉണ്ടാകുക. അപ്പൊ അതിൽ n/2 എത്ര ടേമിന്റെ സമ്മ നമുക്ക് അറിയാം. അപ്പൊ n/2 × x1 ഫസ്റ്റ് ടേം നമുക്കറിയാം 6 ആണ്, nth ടേം 4n + 2 ആണെന്നറിയാം. അപ്പൊ 6ഉം n/2 × 6ഉം 2ഉം ആഡ് ചെയ്ത് 8 + 4n എഴുതാം. അതായത് എത്ര ഒരു ടേമിന്റെ സം = 880 എന്നാണ് കാണേണ്ടത്. എന്നാണ് നമ്മൾ എത്ര ടേമിന്റെ സമ്മാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. സോ 8 + 4n കോമൺ ആയിട്ട് എന്തുണ്ട്? പിന്നെ 2 കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ 2 × n/2 × 2 × ബ്രാക്കറ്റിൽ 4 + 2n = 880 എന്ന് എഴുതാം. ഈ n/2 2ഉം ഇപ്പൊ നമ്മൾ ഔട്ട് ബ്രാക്കറ്റും പുറത്തെടുത്ത 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് എഴുതാം? n × 4 + 2n = 880. അപ്പൊ അതിനെ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4n + 2n² = 880 എന്നാവും. അപ്പൊ അതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ഇക്വേഷൻ എല്ലാത്തിനും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി ചെറുതാവും, നമ്മളെ പ്രോസസ് എളുപ്പമാവും. അപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ വരും 2n + n² = 440. ഇനി അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമുക്ക് മനസ്സിലായി. n പവർ 2 ആണ്. അപ്പൊ അതിന്റെ ഓർഡർ ഇത് n² + 2n = 440. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് രൂപത്തിൽ ഇതിനെ ചെയ്യാം. അപ്പൊ n² + 2n - 440 എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് -b + b² - b² - 4ac/2 എന്ന ഇക്വേഷൻ ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനാണ്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ സാധിച്ചില്ലെങ്കിലാണ് നിങ്ങൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ n² + 2n ഉണ്ട്. അപ്പൊ n ന്റെ കോഎഫിഷ്യന്റ് എത്ര നോക്കുക? 2 ആണ്. അതിന്റെ പകുതിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. n² + 2n + 1² നമ്മൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ 1² ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? n² + 2n + 1² = 440 + 1² എന്നാവും. അപ്പോൾ n² + 2n + 1² എങ്ങനെ എഴുതാം? n + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. a + b ഹോൾ സ്ക്വയർ രൂപത്തിൽ n + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പെർഫെക്റ്റ് സ്ക്വയർ = 441 ആവും. n + 1 = √441 = 21 ആവും. n = 21 - 1 n = 20 എന്ന് കിട്ടും. 20 ടേമിന്റെ സമ്മാണ് 880 എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് സെക്കൻഡ് ഡിഗ്രി കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി എപ്പോഴും ശ്രദ്ധിക്കാൻ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ -b + or -b² - 4ac/2a എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, താങ്ക് യു.